AC ഇത്തിരി കുറച്ചിടണോട്ടോ. ആ ഷുവർ, കുറച്ചിട്ടുണ്ട്. അവരെങ്ങനെ പറയും, നീ അതൊന്ന് കേൾക്കണം. അതല്ല എന്താന്ന് അല്ലെങ്കിൽ ഒന്ന് ശ്വാസം മുട്ടിയ ഛർദിക്കണ ഒരു ടെൻഡൻസി. ഛർദിക്കാൻ തോന്നുവാണെങ്കിൽ സാജിതയുടെ നേരെ ഷോളൊക്കെ ഇട്ടിട്ട് ധൈര്യമായിട്ട് തട്ടിട്ട് അടിക്കും. എന്തായാലും ഷോളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വേറെ ഒന്നുമില്ല, ഷർട്ടും പാൻറ് മാത്രമേ ഉള്ളൂ. സജിത കേസ് കൊടുക്കുകയാണെങ്കിൽ കുടുംബ കോടതിയിലേ കൊടുക്കും. ധൈര്യമായിട്ട് തട്ടിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ പറയാം, അപ്പൊ നിർത്തി തരാം കേട്ടോ. ആ സെൻട്രൽ സ്കൂളിന്റെ കടപ്പ് കണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി തിരിച്ചു വരാം കേട്ടോ, ഒരൊറ്റ കറക്കം. രാജേഷിനോട് പോന്ന അവിടെ പോയി നിൽക്കാൻ പറ്റി. അയ്യോടാ, വെള്ളവും തീർന്നു. വെറുതെ കഴിയും, ഒരു കാര്യം ഉണ്ടായില്ല. മരുന്നാ അല്ലെന്ന് മറ്റേ ഫാക്ടേഴ്സ് അല്ലേ കൂടുതൽ ഇവിടെ ഈ CAS വേറെ കൂടുതലും. അപ്പുറത്ത് CAS എന്റെ ഓഫീസിലെ സ്റ്റാഫ് താമസിക്കുന്നത് ഇവിടെയാണ്. ഉണ്ടല്ലേ? വ്യാസത്തേക്ക് മാറിയിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കാർമൽ ട്രാവൽസ്. ഡ്രൈവറോട് താമസിക്കുന്നത്. അതെ അതെ. പക്ഷെ ഇത് കുറെ നാളായിട്ട് ഓടിക്കാതെ നടക്കുന്നത്. അത് ഓട്ടം കഴിഞ്ഞു. എക്സ് ഫ്ലാറ്റ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഇവിടെ ആയിരുന്നു ആദ്യം, പിന്നെ C ഫ്ലാറ്റിലോട്ട് പോയി. ഇവിടെ ഒരു മിൽമ ഉണ്ടായിരുന്നു ഇട ദിവസം, അതൊക്കെ പോയത്. അത് കഴിഞ്ഞ് മധുവിന്റെ ചപ്പാത്തി കടയൊക്കെ അത് ചപ്പാത്തി കട. ഇത് ED ഫ്ലാറ്റ്. പ്രവീൺ ഇവിടെ പ്രവീൺ ഇവിടെ താമസിച്ചോണ്ടിരുന്നത്. പിന്നെ ഇട ദിവസത്തെ അങ്ങോട്ട് മാറി അവിടെ ചന്ദ്രൻപിള്ള അവിടെ താമസിച്ചിരുന്നത്. ചന്ദ്രൻപിള്ള വലത്തോട്ട് പോയി കഴിഞ്ഞാൽ എസ്റ്റേറ്റ് കേട്ടോ. മനസ്സിലായോ? എസ്റ്റേറ്റ് മനസ്സിലായില്ലേ? അല്ല ആരോ കമന്റ് ഇട്ടായിരുന്നില്ല, എസ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ ആരാന്നൊക്കെ ചോദിച്ചോണ്ടൊക്കെ ഇട്ടില്ലേ? ആ, ഇത് ഇവിടെ ആയിരുന്നു പ്രസാദ്, മറ്റേ പ്രസാദിന്റെ സിസ്റ്റർ വോളിബോൾ കളിക്കാരിയാ, ബാസ്കറ്റ് ബോൾ കളിക്കാരി അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രസാദിന്റെ വീട്. ഇവിടെ ആൾക്കാർ താമസമുണ്ടല്ലേ? ഇത് വാടകയ്ക്ക് കൊടുത്തേക്ക് അങ്ങനെ എന്തൊക്കെയുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ ഈ C ഫ്ലാറ്റ് 19 താമസിച്ചിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തോട്ട് മാറിയിട്ട് ഇവിടെ ആയിരുന്നു പ്യാർലാലിനെയൊക്കെ അറിയാമോ? അത് തന്നെ ഹേസലിന്റെ ഹസ്ബൻഡ്. അത് പ്യാർ കുമാർ. പുള്ളി മരിച്ചുപോയി. ഇത് ഈ 19 താമസിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ 21 താമസിച്ചിട്ടുണ്ട്. താഴെ 19. ഇവിടുന്ന് അച്ഛൻ റിട്ടയർ ആവുന്നത്. ഞങ്ങളുടെ ഒരു ടെമ്പോ വണ്ടിക്ക് ഇവിടെ ഒരു ഷെഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഉദ്യോഗമണ്ഡൽ സ്കൂളിന്റെ ഗ്രൗണ്ട്. അപ്പൊ താഴെ വെള്ളം ഉണ്ട്. പിന്നെ നമ്മുടെ പഴയ പിന്നെ പഴയ ഷട്ടിൽ കോട്ട്. നമുക്ക് അതുവഴി ആനവാലിൽ അങ്ങോട്ട് ഇറങ്ങാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സെന്റ് ആൻസിന്റെ നമുക്ക് പോയി നോക്കാം. ഇപ്പൊ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമായിട്ടാ ഇത്. ഒരുപാട് സിനിമകൾ. ഒരു ശ്മശാനം ഇവിടെ ഉണ്ട്, വലതുവശത്ത് അവിടെ ഉണ്ട്. ഇത് ഫേസ് സിറ്റിയുടെ ഷട്ടിൽ കോട്ടാ. FS കറക്റ്റ്. FS. ഇപ്പൊ നമ്മള് ഓടി കോട്ട ഹൗസിലോട്ട് ചെല്ലുകയാണ്. ഷൂട്ടിങ്ങിന് വെച്ചിരിക്കണോ? അത് എടുത്തോണ്ടിരിക്കാം ഔട്ട് സൈഡ്. ഇത് വെച്ചോണ്ടാണ് സജിനിയുടെ ലൊക്കേഷൻ കാണിച്ചത്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മള് മ്യൂട്ട് ചെയ്ത്. എന്തായാലും വീഡിയോ പിടിച്ചതൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ മഴക്കൊക്കെ പറഞ്ഞു ഇത് കൊള്ളാം അല്ലേ? പാരാക്കാടെ പോയി ഫോട്ടോ എടുക്കാൻ ആരോഗ്യം വീഡിയോ എടുക്കാം. അത് എന്നെ വഴക്കുറഞ്ഞോണ്ട് അതിന്റെ ആളെ വിളിച്ച് വഴക്കുറയാൻ എന്താണ്, രാജേഷിനെ വഴക്കുറയാൻ എന്താണ് എന്നോട്. അത് വെറുതെ ഇരുന്ന വിങ്കിയെ ഞാനാണ് വിളിച്ചത്. ഇപ്പൊ തന്നെ പോയിട്ട് ആ പ്രശ്നം തീർത്തേക്കാം. എന്തായാലും ആ പ്രശ്നത്തോടു കൂടി സംഗതി ചൂട് പിടിച്ചോ. മറ്റേത് ഒന്നുമില്ലാതെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരിടും എന്നുള്ള ഒറ്റ ഇരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇങ്ങനെ നേരെ ഇവിടോട്ട് ചെല്ലാം. മറ്റേ അത് വണ്ടി പോകുന്നുള്ള നോക്കണം. മറ്റേ ഈ വഴിയല്ല, ഇത് ഇവിടെ ഒരു ക്ലബ് ഉണ്ട്. ഈ നേരെ കയറിയ വലതുവശം ഒരു ക്ലബ് ഉണ്ട്. അതല്ല, ഞാൻ വേറെ ശരിക്കും റോഡുള്ള സ്ഥലത്തോട്ട് പോവാം. അതുവഴി നമുക്ക് പറ്റിയ അപ്പുറത്തോട്ട് ഇറങ്ങാം. ഇപ്പം അത് വിടുമെന്ന് എനിക്ക് അറിഞ്ഞു. മീൻസ് അങ്ങനെ റോഡ് ഉണ്ടോയെന്ന് എനിക്ക് അത്ര അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് പോയി നോക്കാം. വി വിൽ ലുക്ക്. അവിടെ ഒരു വഴി കാണുന്നത്.
ഷൈല ഓടി ക്വാർട്ടേഴ്സിൽ താമസിച്ച ഓടിയില് ഈ ഓടി ഫുൾ ഫോം ഒന്നാ ഓവർ ഡ്രാഫ്റ്റ് എന്തെന്നാ അത് തന്നെ ഓടി ഫുൾ ഫോം ഒന്നാ എന്തെന്നാന്നല്ലേ ഞാൻ ഓൺ ചോദിച്ചത് ഡ്യൂട്ടി അറിയാൻ പാടില്ലെങ്കിൽ രാജേഷിനോട് ചോദിക്കാം അത് നിങ്ങൾ വലിയ താമസിക്കുന്നല്ലേ പറഞ്ഞ ഓടിയിൽ ഈ ടൈപ്പിലാണ് എലിഫന്റ് ഈ ഫോർ എലിഫന്റ് ഒരു കാട്ടുപട്ടി വരുന്നു കാട്ടുപട്ടി എവിടെ ബ്ലാക്ക് ഇവിടെ താമസം ഉണ്ട് അപ്പൊ ആൾക്കാർ പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഏത് ക്വാർട്ടേഴ്സ് ആണ് റെന്റിന് കൊടുക്കുന്നത് ഇതെല്ലാം ഓടിയുടെ ഫ്ലാറ്റുകളാണ് ഓടിയിലുള്ള ഫ്ലാറ്റുകളാണ് അതെങ്ങനെയാന്ന് കൊറേ വാടക കൊടുത്തിട്ടുണ്ടെന്ന് കൊറേ വാടക കൊടുത്തിട്ടുണ്ട് കാര്യം വെച്ചാൽ ഇതെല്ലാം അപ്കീപ്മെന്റ് നടത്തണ്ടേ സർക്കാർ കമ്പനിക്ക് കാശില്ലല്ലോ പണിയാനായിട്ട് അപ്പൊ അതാണ് വാടകയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ വെറുതെ കിടന്നാൽ ദ്രവിച്ചു പോകും പിന്നല്ലാണ്ട് അപ്പൊ ആരെങ്കിലും ഇതിലെ കൂടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കാർന്നല്ല നടക്കണം അല്ലേ വൈകുന്നേരങ്ങളിൽ നടക്കണം നല്ല വൈകുന്നേരം രസം നടക്കണം ഓ പണ്ടത്തെ ആ ജനസമുദ്രം ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും അങ്ങോട്ടും കൂടെ അറിയുന്നവര് അങ്ങനെ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു രസമല്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ വരെ പോയി നോക്കാം എന്നിട്ട് പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോവാം ഗ്രൗണ്ടിൽ കൂടെ അങ്ങനെ ഇറങ്ങി അപ്പുറത്തോട്ട് കിടക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജേഷിന്റെ കാലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ടായിരുന്നു എന്തുപറ്റിയതാ? എനിക്ക് 1ാം ക്ലാസ്സിൽ വെച്ചിട്ട് എൻ്റെ ഹിപ്പ് അവിടെ ചെറിയൊരു ഇത് വന്നു പിന്നെ ഞാൻ ഒരു 2ാം ക്ലാസ്സിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പരീക്ഷ വീട്ടിലിരുന്നാണ് എഴുതിയത് 2ാം ക്ലാസ്സിൽ ഞാൻ ഉണ്ടായില്ല ചെറുതില് അല്ല ഇത് അങ്ങനൊന്നുമല്ല ഇത് ശരിക്കും നമ്മുടെ ബോൺ ഇവിടുത്തെ എല്ല് ഇങ്ങനെ ഹിപ്പിലെ എല്ല് പക്ഷെ ആ ഹിപ്പിലെ എല്ല് ചികിത്സിക്കാൻ അവർ നോക്കിയപ്പോൾ ഞാൻ അനങ്ങാതിരിക്കുന്നില്ല ഉടനെ അവർ എൻ്റെ 2 കാലും കൂടെ പ്ലാസ്റ്റർ ഇട്ട് നടുക്കൊരു വടിയും വെച്ച് തന്നു അനങ്ങരുതെന്നുള്ള ഹോട്ടൽ പിന്നെ അത് വെച്ച് കൈകുത്തിയായി അഭ്യാസം അങ്ങനെ 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 അങ്ങനെയുള്ള സംഭവങ്ങൾ ശേഷം എന്തെങ്കിലും ഇല്ല ഇതുവഴി അങ്ങോട്ട് കടക്കാമായിരുന്നു പക്ഷെ ഒന്ന് പോയി നോക്കിയേക്ക് എന്തായാലും കടക്കാമെങ്കിൽ ഇത് ഇതാണെന്നറിയോ മറ്റേ സെന്റ് ആൻസ് ഇതില്ലേ അത് തന്നെ നടന്നു പോവാം നടന്നു പോവാം ഈ ബാക്കി കൂടി പോകാൻ പറ്റില്ല ഏതാ ബാക്കി കൂടി അങ്ങനെ ഇല്ല അങ്ങോട്ട് പറ്റില്ല അത് ഉറപ്പാണ് എനിക്ക് ഇതാണ് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ എച്ചെടുത്ത് പഠിക്കുമായിരുന്നു എന്താ ഇവിടെ എച്ചൊക്കെ എടുത്ത് പഠിച്ചോണ്ടിരുന്ന സ്ഥലമാണ് ഇല്ല ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് അങ്ങനെ തന്നെ തിരിച്ച് ശരിക്കും എവിടെ എത്തിയാണ് ഇതാ അതന്നെ പുത്തലത്തേടോ സെന്റ് ആൻസ് ആണോ കാണുന്നത് ശരിക്കും ഇവിടുന്ന് ഉണ്ടായിരുന്ന വഴി അതെനിക്ക് തോന്നുന്നു അന്ന് കുറച്ചാള് മെട്രോയുടെ നമ്മുടെ മെട്രോയുടെ വർക്കിന് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇത് ചെയ്യാനായിട്ട് പിന്നെ അത് അവരെന്തോ അടച്ചിടാം അതിനെ പക്ഷെ നടന്നു പോവാം എന്താ ചോദിക്കാൻ കാര്യം കാലിന്റെ കാര്യം നടക്കുമ്പോ ചെറിയൊരു വ്യത്യാസം കണ്ട പനി വല്ല എന്തെങ്കിലും ആക്സിഡന്റ് ആണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? നേരത്തെ എങ്ങനെയാന്ന് എനിക്കറിയില്ല നിങ്ങളെ ആരെ എനിക്ക് പരിചയങ്ങളില്ല ഇപ്പൊ ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷമുള്ള പരിചയങ്ങളേ ഉള്ളൂ എനിക്ക് ഞങ്ങൾ അവിടുന്ന് ശ്വാസം പിടിച്ച് ഫസ്റ്റ് ബെല്ല് അടിക്കണേന് എത്തൂല അപ്പോഴത്തേക്കും ഓടിക്കതച്ച് വന്ന് ടീച്ചർമാർ പിന്നെ ടീച്ചർ എന്റെ ക്ലാസ് ടീച്ചർ മേരിക്കണം ടീച്ചറായിരുന്നു ടീച്ചറും ഞാൻ ഒരു ബസ്സിലായിരിക്കും അതാണ് ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല ബസ് വൈകിയാലും പിന്നെ ടീച്ചർ അറ്റൻഡൻസ് എടുക്കുള്ളൂ പിന്നെ ബെല്ലടിക്കാൻ കാത്തു നിൽക്കണം ഓട്ടി ബസ്സിൽ കയറാനായിട്ട് ഞാൻ അത്രയും സ്കൂളിൽ ഒരു ഇതുള്ളൂ പിന്നെ ഇതുപോലെ വൈകി നിൽക്കും പരേഡ് ഉണ്ടാവുമ്പോ ഗൈഡ്സിലുണ്ടായിരുന്നു അപ്പൊ പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ റിഹേഴ്സലിന് ഒരാഴ്ച അപ്പൊ മേരി കുര്യൻ ടീച്ചറാണോ നമ്മള് UC കോളേജിനാണോ എന്നെ ഫിസിക്സ് ഇംഗ്ലീഷും ഫിസിക്സും നമ്മളെ വേറൊരു ടീച്ചർ ഉണ്ടായിരുന്നല്ലോ UV മേരി ടീച്ചർ മാത്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും 8ലെ പുള്ളിക്കാരി അവിടെ അറിഞ്ഞിട്ടില്ല കാറ് വന്നത് ബുള്ളറ്റുകാരനെ കാർ ഇങ്ങനെ പുറകെ വന്നത് കണ്ടിട്ടില്ല എന്താ നല്ല
നല്ല കുറെ സ്മരണകളുള്ള സ്ഥലങ്ങളാണ്. എല്ലാവരുമായിട്ട് പരിചയവും അന്ന് ഒത്തൊരുമ ഉണ്ടായിരുന്നു. മേരി കുര്യൻ ടീച്ചർ ഏതെങ്കിലും ഒരു കുട്ടി മുടി കെട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ചാക്കുന്നൂല് കൊണ്ട് ക്ലാസ്സിൽ വരണേ. ഈ നേരെ പോയാലും ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഈ ക്വാർട്ടേഴ്സ് ഒക്കെ അബാൻഡൻ ആയതാ അങ്ങോട്ട്. ശരിക്കും കാട് പോലെ ആയിപ്പോയി. ഇതുവഴി നേരെ ജനമിന് മുമ്പിൽ ചെന്ന് കയറുമായിരുന്നു. നമ്മൾ നേരെ പോയാൽ ജനം ഹോസ്പിറ്റൽ. അവിടെ മുമ്പിൽ കുറെ മറ്റേ എന്താണ് സാധനം ഇറക്കിയിട്ടുണ്ടാവുമല്ലേ, ജിപ്സം. അതിനന്ന് വില ഉണ്ടായിരുന്നില്ല. പിന്നെ ജിപ്സം വിറ്റ് കാശുണ്ടാക്കി. അത് ആ വഴിയൊക്കെ അടച്ചു മതി അല്ലേ? അതൊക്കെ പപ്പി കുഞ്ഞി എന്നെ മാന്തല്ലേ. ഒരു പട്ടിയോടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇത് വഴി ചെന്നിട്ട് തിരിയാൻ ഇനി പറ്റാതെ വരുമെന്ന് സംശയമുണ്ട്. അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു. ഉണ്ട് വഴിയൊക്കെ ഉണ്ട്. ഇതാണ് ശ്മശാനം. അല്ലല്ല, അത് പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്ക്. അന്നത്തെ പാർക്ക്. ഇതൊക്കെ ഏത് ക്വാർട്ടേഴ്സ് ആണത്? ഇതെല്ലാം ഓടിയില് ഭാഗമാണ്. പാർക്ക് ഞങ്ങളുടെ പാർക്കായിരുന്നില്ലേ? ആണെന്ന്. എന്റെ വീട് അത് തന്നെ. നിങ്ങളുടെ ഇവിടെ താമസിച്ച ഓടി 79. ഇത് 70 ഇല്ല, ഓടി 90 ഇവിടെ സൈഡില്. ഈ അപ്പുറത്താണ് ഞാൻ പറഞ്ഞ ആ പൂട്ടിയിട്ട് ആ റോഡ് ഇതായി പോയെന്ന്. അതാണ്. പിന്നെ ഒരു ഗുണം എന്തറിയാ, എങ്ങനെ പോയാലും വേറെ റൂട്ടിൽ ചെന്ന് കയറും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റൈറ്റ് ലെഫ്റ്റിലോട്ടൊക്കെ അത് പൂട്ടി പോയേട്ടാ. ഇനി നമ്മൾ പോയിട്ട് അടുത്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ ഏകദേശം നമ്മൾ ആ ഷട്ടിൽ കോർട്ടിന്റെ സ്ഥലമില്ലേ അവിടെ എത്തും. നമ്മൾ പുറകെ ഒരു ഇന്നോവക്കാരൻ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് 2 സുന്ദരികളെ തട്ടിക്കൊണ്ട് പോകുന്ന ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ടാണ് അവരിരിക്കുന്നത്. സുന്ദരികളെന്ന് വിളിച്ചില്ല അപ്പൊ അതുകൊണ്ട്. ക്ഷമിച്ച് വീണ്ടും നമ്മള് ഷട്ടിൽ കോർട്ടിനോട് എത്തി. ഇനി നമുക്ക് എസ്റ്റേറ്റ് വഴി അങ്ങ് ഇറങ്ങി അങ്ങ് പോകാം. ഇവിടെ അടുത്ത ദിവസമായിട്ട് അങ്ങണ്ട ശ്മശാനം. അങ്ങോട്ട് കയറുമ്പോൾ ഇതിലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വീടുകളായിരുന്നു ഈ B1 ടൈപ്പ് ഫ്ലാറ്റുകളില്ലേ, B1. ഇതൊക്കെ ഇതാണ് സംഭവങ്ങൾ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടീമാണ്. ബിസ്ക്കറ്റ് പിള്ളേര്. നമ്മളല്ല, ഇവരൊക്കെ ബിസ്ക്കറ്റ് പിള്ളേരായിരുന്നു. എന്റെ ക്ലാസ്സിലുള്ളവരൊക്കെ ഇവിടെ തന്നെയായിരുന്നു മിക്കവാറും ആളുകളൊക്കെ. B ഫ്ലാറ്റിനാണ് BF എന്ന് ഷോർട്ട് ഫോമിലൊക്കെ ഇതിനുണ്ട് സെപ്പറേറ്റ് കാർ പാർക്കും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവിധ സജ്ജീകരണങ്ങളും എത്ര കൊല്ലം മുമ്പ് വിഭാവനം ചെയ്താ നോക്കി അല്ലേ? അന്നത്തെ വിഷനാണ്. ഭയങ്കര വലിയ വിഷനായിരുന്നു പുള്ളിയുടെ. അത് ഇതിനെക്കാട്ടിലും പെശകാണ് മറ്റേ അമ്പലങ്ങള്, തടാകമൊക്കെ ഉണ്ടാക്കുന്നത്. അത് പുള്ളിയെ ഫാക്ടറി ടൗൺഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇഡി ക്വാർട്ടേഴ്സ്. താമരശ്ശേരി ആവാനായി. താമരശ്ശേരിയിൽ നിന്ന് മെട്രോ ഇത് വേറൊരു കടയായിരുന്നു. അതൊക്കെ പോയി. വേറെ ഓരോരുത്തർക്ക് കോൺട്രാക്ട് കൊടുത്തിരുന്നു. അതൊക്കെ നിർത്തി. ഇവിടെ വലതുവശം ഇവിടെയായിരുന്നു ചന്ദ്രൻപിള്ള താമസിച്ചിരുന്നത്. ഈ റൈറ്റ് സൈഡിൽ ചന്ദ്രൻപിള്ള. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ സ്റ്റോർ ആയിരുന്നു. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഒരു സ്റ്റോർ, സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന സ്റ്റോർ. ഈ ബിൽഡിംഗ് ജോസ് പോൾ താമസിച്ചിരുന്നത് ഇവിടെ എവിടെയാണ്. ഇതാണ് ഇതോ അതോ അതാ നീല ഇട്ടേക്കുന്നില്ലേ, അതിലായിരുന്നു ജോസ് പോൾ താമസിച്ചിരുന്നത്. ഈ വീട് ജോസ് പോൾ. പിന്നെ പുതിയ ഫാക്ടറി ഹൗസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ നമ്മുടെ മദ്ദളം മനോജ് ഇല്ലേ, മനോജ് താമസിച്ചിരുന്ന ഈ വഴിയോ അതിന്റെ അപ്പുറത്തെ വഴി റൈറ്റിലോട്ടായിരുന്നു. ഈ വഴിയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഇത് വരെ ഫാക്ട് ഇതിലോട്ട് പപ്പി
നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഗേൾസിന് രണ്ടുപേരെ എനിക്കറിയാലോ. ഒരു പ്രിയ പിള്ള ആ, അത് മറ്റേ ഒരു ഹസ്ബൻഡ് അല്ല അച്ഛൻ IRE സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്നു. അല്ലല്ല, പ്രിയപ്പയുടെ അച്ഛൻ രാമേന്ദ്രൻ FSCറ്റില് എഞ്ചിനീയർ ആയിരുന്നു, സീനിയർ എഞ്ചിനീയർ. അപ്പൊ മറ്റേ പ്രിയ ഡി നായർ. അത് പ്രിയാടി നായർ. ആ ഓക്കെ, സോറി, ഞാൻ പെട്ടെന്ന് മറന്നു. പ്രിയ എന്ന് മാത്രം കേട്ടു. പ്രിയാടി നായർ ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇടപ്പള്ളി ദുബായിലാണ്. ഇപ്പൊ സ്ഥലത്ത് വന്നിട്ടുണ്ടാണ്, ദുബായിൽ ഇടപ്പള്ളി താമസം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പ്രിയ പിള്ള ഇപ്പോ ഇവിടെയാണോ? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. വൈഫും ഈ നാട്ടുകാരിയാണോ? വൈഫ് അതെ തന്നെ. വൈഫിന്റെ ശരിക്ക് സ്ഥലം എനിക്കൊന്ന് ഇളങ്ങുന്നപ്പോഴും അതിനടുത്ത് കൊണ്ടായിരുന്നു. ചെറുപള്ളിയിൽ ഫാമിലി എന്ന് പറയും, ചെറുപുള്ളിക്കാരുണ്ട് അവിടെ. ആ യെസ്. പിന്നെ അത് വൈഫിന്റെ. പിന്നെ അച്ഛൻ നെല്ലിക്കാപ്പള്ളിയിൽ എന്ന് പറയും, അത് തൃപ്പൂണിത്തുറയാ. വൈഫിന്റെ അച്ഛന്റെ നമ്മുടെ പേര്? വൈഫിന്റെ അച്ഛന്റെ പേര് N ഗോപാലകൃഷ്ണ മേനോൻ. അമ്മയുടെ പേര് കോമളവല്ലി. അമ്മയും അച്ഛനും മരിച്ചുപോയി. ഗോപാലകൃഷ്ണ നായരും കോമളവല്ലി അല്ലേ? ഗോപാലകൃഷ്ണ മേനോൻ, അത് അപ്പു മേനോൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പു മേനോൻ. ആ പുള്ളി LICയുടെ മെയിൻ ആളൊക്കെ ആയിരുന്നു. ചെറുപള്ളി CR, അതാണ് അശ്വതി CR, അപർണ CR, അതാണ്. C stands for ചെറുപള്ളി, R for രാജേഷ്. ഞങ്ങൾ സ്വന്തക്കാരെ പുറത്ത് ദൂരം നടന്നു പോയെന്നല്ലേ. ഞങ്ങൾ ഇവിടുന്ന് സ്ഥിരം നടക്കണ വഴിയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ. UP സ്കൂളിൽ പഠിക്കുമ്പോ 10ാം ക്ലാസ് ഇറങ്ങി നടക്കും, വലിയ കളമശ്ശേരി നടക്കും. 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞങ്ങൾ യൂണിവേഴ്സിറ്റി മാറി. അപ്പൊ നമുക്ക് 4 മണി ക്ലാസ് ഉള്ള നേരത്ത് അങ്ങേറ്റത്തുനിന്ന് ഒരു ബസ് ഉണ്ട് ഇങ്ങോട്ട്, ഈ വഴി കൂടി ജാസ് എന്നൊരു ബസ്. അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഓടും സെൻട്രൽ വരേക്ക്. 10 പൈസ 15 പൈസ കണ്ടു. പ്രീമിയറിന്റെ പെട്രോളിലാക്കാം. ചാക്കോളസിന്റെ പോകക്കുള്ളത് ചാക്കോളസ് അവിടെ ഇതാക്കി മാറിയല്ല. അത് പ്രൈവറ്റ് ആയിരുന്നു. എന്റെ സ്വന്തം വീട് അവിടെ മുട്ടം. ഇതിന്റെ നോക്കുമ്പോ അടുത്ത് സുരഭി ബസ്സൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? സുരഭി ശരിക്കും പറഞ്ഞാല് അവിടുത്തെ ഹോട്ടലുകാരുടെ അല്ലേ? ഒരു 2 വർഷം മുമ്പേ രാജേഷ എനിക്കൊന്ന് ESL വരണമായിരുന്നു പാതാളത്ത്. ഓർത്തോ ഡോക്ടറിന് ടോക്കൺ എടുത്തു. എനിക്ക് 10-25 പേരുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ഒരു ചായ കടയുണ്ട്. അപ്പൊ അവിടെ തന്നെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ആ അപ്പൊ ഞാൻ ആ പുറത്ത് ഗേറ്റിന്റെ അടുത്ത് ഒരാൾ സംസാരിക്കുന്നുണ്ട്. ചേട്ടാ അവിടെ നല്ല പരിചയമുണ്ട് ചേട്ടൻ്റെ വീട് അവിടെ വെറുതെ നമ്മളങ്ങോട്ട് മുട്ടി. അപ്പൊ എൻ്റെ അടുത്ത് നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റി അവിടെ നിന്നാ. നിങ്ങൾ എന്നെ കാണാൻ വഴിയില്ലാന്ന് പറഞ്ഞു. നല്ല പരിചയമുണ്ട് ചേട്ടൻ്റെ എവിടെയായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കിവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു മോനെ. എവിടെയാണ്? ഈ നേരെ പോകുമ്പോ ഒരു കയറ്റം പറയാം. ആ ഡിസ്പെൻസറി കഴിഞ്ഞിട്ട് ലോക്കൽ ഓഫീസ് കഴിഞ്ഞിട്ട് കയറ്റമുണ്ട്. അവിടെ ഒരു അംബാസിഡർ ഹോട്ടൽ ഉണ്ടായിരുന്നു. എന്റെ പോന്ന് ചേട്ടാ പറയണ്ട, അങ്ങനെ തൊഴുതുവാണെങ്കിൽ ഞാൻ അങ്ങനെ മസാല ദോശ എന്തോരം കഴിച്ചിട്ടുണ്ട്. അംബാസിഡർ പഴമക്കാരൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. സജിത ഒരു സൂസൻ മാത്യു ടീച്ചറെ അറിയോ? അച്ചാമ്മ ടീച്ചർ. അപ്പൊ സജിത താങ്ക്സ് ഫോർ കമ്മിങ്. Okay, thank you for the pickup in this time. It's my pleasure. ഇതാണ്
ഞങ്ങൾ ഇങ്ങനെയായി അവര് നെയ്ബറാണ് എൻ്റെ നല്ല വണ്ണം ഉണ്ടായിരുന്നില്ല നേരത്തെ സൂക്ഷിച്ച് കയറുന്നത് അവിടെ അവർ തുടക്കി എന്തോ ചെയ്യുന്നുണ്ട് നോക്കണേ. ഷീസ് 94. നല്ല വണ്ണം ഉണ്ടായിരുന്ന ആളല്ലേ പിന്നെ? വണ്ണം